ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്ക കേക്കിൻ്റെ റെസിപ്പിയാണ്. പഴുത്ത ചക്ക കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇപ്പോൾ വീടുകളിലൊക്കെ ചക്ക സുലഭമായിട്ടുണ്ടാകുന്നൊരു ടൈമാണല്ലോ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ വളരെ സോഫ്റ്റുമാണ്. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/4 കപ്പോളം ചക്ക വരട്ടിയതാണ് ഇവിടെ കേക്ക് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പഴുത്ത ചക്കച്ചുള വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് അരച്ച് എടുക്കാവുന്നതാണ്. ചക്ക വരട്ടിയതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിതിൻ്റെ ഒരു റെസിപ്പി മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. 1/2 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുക്കുന്നത്. നമുക്കിത് ആട്ടപ്പൊടി കൊണ്ടും തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ചക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ 2 മുട്ടയും എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കുള്ള പൊടികൾ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലൊരു ഉണങ്ങിയ ബൗൾ എടുത്തിട്ട് നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. 1 കപ്പ് പൊടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി 1/2 കപ്പ് കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. പകരം നന്നായിട്ടൊന്ന് അരിച്ചെടുത്താലും മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. 2 മുട്ട ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഒട്ടും വെള്ളമയമില്ലാത്തൊരു ബൗളിലേക്കാണ് നമ്മളിത് പൊട്ടിച്ചൊഴിക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മുട്ട നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1/2 കപ്പോളം ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചക്കയിൽ നമ്മൾ ഓൾറെഡി ശർക്കര ചേർത്ത് വരട്ടിയെടുത്തതാണ്. അതുകൊണ്ട് മധുരം അധികം ആവശ്യമില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് മധുരം എടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം പഞ്ചസാരയെ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ഈ 1/2 കപ്പ് പഞ്ചസാര നമ്മളിവിടെ കാരമലൈസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഈ പഞ്ചസാര ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര ചെറുതായിട്ടങ്ങനെ മെൽറ്റായിട്ട് വരും. ഈ സിമ്മിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. ഞാനിവിടെ പഞ്ചസാര കുറച്ചേ ചേർക്കുന്നുള്ളൂ. നമ്മൾ ചക്ക വരട്ടുമ്പോൾ ഓൾറെഡി ശർക്കര ചേർത്തിട്ടുണ്ട്. പിന്നെ നല്ല മധുരമുള്ള ചക്കയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ പഞ്ചസാര ഒന്ന്
കളർ മാറി തുടങ്ങിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പഞ്ചസാര ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് ഒഴിക്കുക. വെള്ളം ഒഴിച്ച് വഴിക്ക് ഇതിങ്ങനെ കട്ടയായിട്ട് ഇരിക്കും. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. ഉരുകി വരുമ്പോൾ ഇത് ലൂസായി തന്നെ കിട്ടും. ഇതൊന്ന് ഉരുകി വരട്ടെ. നമ്മുടെ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ എണ്ണ കൂടി ചേർത്തിട്ട് നമ്മളിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ച ഈ കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മളിവിടെ ഒരു 1/4 കപ്പ് തേൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല. നമ്മൾ കേക്കിന് കുറച്ച് കളർ കിട്ടാനും അതുപോലെ ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി മിക്സ് ചെയ്ത് വെച്ച ഈ പൊടിയിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടക്കൂട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ച് യോജിപ്പിച്ചെടുക്കാം. പൊടി കുറേശ്ശെയായിട്ടിട്ടാണ് ഇത് നമ്മൾ മിക്സ് ആക്കിയിട്ട് എടുക്കേണ്ടത്. ഒന്നിച്ചിട്ട് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ചക്ക കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചക്ക കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ചക്ക കൂടി ചേർത്തിട്ട് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കേക്കിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ടൊരു മോൾഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം അല്പം ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 മോൾഡിലായിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ഉപ്പിട്ട് വെച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ഒരു കടായി ഉപയോഗിച്ചോ ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ബാറ്റർ കൂടുതലുള്ളത് കൊണ്ടാണ് 2 മോൾഡിലായിട്ട് ഞാനിത് വെക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ 2 മോൾഡിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഈ കേക്കൊക്കെ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ വെച്ചിട്ട് കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിലേക്ക് മാറ്റാം. 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്യേണ്ടി വരുന്നതാണ് തോന്നുന്നത്. ഇതിപ്പോൾ ചക്കയൊക്കെ ആകുമ്പോൾ കുറച്ചധികം ടൈം എടുക്കും. സാധാ കേക്കിനേക്കാളും കുറച്ച് കൂടുതൽ ടൈം വേണം ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കൊരു 40 മിനിറ്റ് വെച്ച് നോക്കാം. ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. 2 കേക്കാണ് ഞാൻ ചെയ്തെടുത്തത്. ഇതിന് ശരിക്കും ഒരു ഡേയ്സ് കേക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. നമ്മൾ വലിയ വില കൊടുത്തിട്ട് പുറത്തുനിന്ന് കേക്കൊക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ മുറ്റത്ത് വീട്ടുവളപ്പിലുണ്ടാകുന്ന ചക്ക ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ വെറൈറ്റി കേക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണിത്. അപ്പോൾ നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇത് നോക്കൂ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ശരിക്കും ഒരു പ്ലം കേക്ക് പോലെയാണ് ഇരിക്കുന്നത്.
അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട്